സംസ്ഥാനത്തെമ്പാടും ഓപ്പറേഷൻ തൂഫാൻ വീശിയടിക്കുകയാണ്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ ആ പദ്ധതി കേരളത്തിന്റെ ലഹരി മാഫിയയെ അടിവേരറുക്കുന്ന തരത്തിലാണ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്നത്. ദിവസവും MDMA-യും ഹൈബ്രിഡ് കഞ്ചാവും കൊക്കൈനും അടക്കമുള്ള മാരക ലഹരി വസ്തുക്കൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പിടികൂടുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. നേരത്തെ MDMA പോലെയുള്ള സിന്തറ്റിക് ലഹരികൾ സംസ്ഥാനത്തിന്റെ നഗരങ്ങളിൽ, അതായത് പ്രത്യേകിച്ച് എറണാകുളം, തിരുവനന്തപുരം പോലെയുള്ള നഗരങ്ങളിലായിരുന്നു സുലഭമായി ലഭിച്ചതെങ്കിൽ ഇപ്പോൾ നാട്ടിൻ പുറത്ത് പോലും ഈ ലഹരി സുലഭമായി ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കേരളത്തിന്റെ യുവത്വം ലഹരിയുടെ കരാളഹസ്തത്തിൽ അമർന്ന് നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഓപ്പറേഷൻ തൂഫാനുമായി രമേശ് ചെന്നിത്തല രംഗത്ത് വരുന്നത്. വിദ്യാലയങ്ങളിൽ അടക്കം ലഹരിയുടെ കരാളഹസ്തം വരിഞ്ഞു മുറുക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നതെന്ന കേരളത്തിലെ എക്സൈസ് ഉദ്യോഗസ്ഥരും പോലീസുകാരും അടക്കം സാക്ഷ്യപ്പെടുത്തുന്ന ഘട്ടത്തിൽ ഓപ്പറേഷൻ തൂഫാന് വലിയ പിന്തുണയും കയ്യടിയുമാണ് ലഭിക്കുന്നത്. കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ജാതി മത ചിന്തകളൊന്നുമില്ലാതെ വിവിധ സാംസ്കാരിക നായകന്മാർ, മത നേതാക്കന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളെല്ലാം ഈ ഓപ്പറേഷൻ തൂഫാന് പിന്തുണയും കയ്യടിയുമായി രംഗത്ത് വരുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഓപ്പറേഷൻ തൂഫാൻ ഒരു വലിയ മുന്നേറ്റം സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കേരളത്തിലേക്ക് സിന്തറ്റിക് ലഹരി വ്യാപകമായി എത്തുന്നത് അയൽ സംസ്ഥാനമായ കർണാടകയിലെ ബംഗളൂരുവിൽ നിന്നും അതോടൊപ്പം തന്നെ ചെന്നൈ ഉൾപ്പെടെയുള്ള വൻകിട നഗരങ്ങളിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ ലഹരി എത്തുന്നത് ബംഗളൂരുവിൽ നിന്നാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ അടക്കം പറയുന്നത്. അന്തർ സംസ്ഥാന ബസ്സുകളിലും മറ്റും ലഹരിയുടെ കാരിയർമാരായി പ്രവർത്തിക്കുന്ന ആളുകൾ ലഹരി കൊണ്ടുവരുമ്പോൾ പലപ്പോഴും ഇത് പിടിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. എന്നാൽ കൂടുതൽ അന്തർ സംസ്ഥാന ബസ്സുകൾ സർവീസ് നടത്തുന്ന വാളയാർ, തലപ്പാടി, മുത്തങ്ങ ചെക്ക് പോസ്റ്റുകളിൽ നടക്കുന്ന വ്യാപകമായ പരിശോധന ലഹരിക്കടുത്തിന് ഒരു വിധത്തിൽ പൂട്ടിടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത്. അതുകൂടാതെ വിമാനത്താവളങ്ങൾ വഴിയും ഹൈബ്രിഡ് കഞ്ചാവ് പോലെയുള്ള ലഹരി വസ്തുക്കൾ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് പതിവായിരുന്നു. ഇതിനും ഇപ്പോൾ പരമാവധി പിടികൂടി പൂട്ടിടുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. ചെറിയ കുട്ടികൾ അടക്കമുള്ളവരെ ലഹരിയുടെ കാരിയർമാരായി കൊണ്ടു നടന്ന് അവയെ ലഹരി വസ്തുക്കൾ വിൽക്കാനും ഉപയോഗിക്കാനും പ്രേരിപ്പിക്കുന്ന തരത്തിലായിരുന്നു കാര്യങ്ങൾ പോയത്. എന്നാൽ ഇതിനെയെല്ലാം മറികടക്കാൻ ഓപ്പറേഷൻ തൂഫാനിലൂടെ കഴിയുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഓപ്പറേഷൻ തൂഫാന്റെ മറവിൽ കേരളത്തിൽ വ്യാപകമായി റെയ്ഡുകൾ നടക്കുകയാണ്. എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ നമുക്കറിയാം. ഇതര സംസ്ഥാന തൊഴിലാളികൾ അല്ലെങ്കിൽ ബംഗാളിൽ നിന്നും ആസാമിൽ നിന്നും കേരളത്തിലേക്ക് തൊഴിലിനു വേണ്ടി എത്തിയ ഇതര സംസ്ഥാനക്കാർ ഏറ്റവും കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയാണ് പെരുമ്പാവൂർ. പെരുമ്പാവൂരിൽ നിന്ന് ലഹരി ഉപയോഗത്തിന്റെയും വിൽപ്പനയുടെയും ദൃശ്യങ്ങൾ നാൾക്കുനാൾ പുറത്തു വരുമ്പോൾ പോലീസ് നടത്തുന്ന ഓപ്പറേഷനുകൾ പോലും അവിടെ കാര്യക്ഷമമല്ല എന്നൊരു പരാതികൾ ഉയർന്നിരുന്നു. ഇതിന് പരിഹാരം കാണാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഈ 3-ന്, അതായത് ഈ വെള്ളിയാഴ്ച തിരുവനന്തപുരത്തു നിന്നും പെരുമ്പാവൂരിലേക്ക് എത്തുകയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അവിടെ ഉദ്യോഗസ്ഥരുടെ യോഗം ചേരുകയും ഏത് രൂപത്തിൽ പെരുമ്പാവൂരിനെ ക്ലീനാക്കി മാറ്റാൻ അല്ലെങ്കിൽ പെരുമ്പാവൂരിനെ മയക്കുമരുന്ന് മുക്തമാക്കി മാറ്റാനുള്ള പ്രവർത്തനം നടത്തണമെന്ന കാര്യത്തിൽ അവലോകന യോഗമുണ്ടാകും. പെരുമ്പാവൂർ പോലെ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ വ്യാപകമായി ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിൽപ്പനയും ഉണ്ട് എന്ന പരാതി പലയിടത്തുനിന്നും കിട്ടുന്നുണ്ട്. പരമാവധി പോലീസും എക്സൈസും ഈ കേന്ദ്രങ്ങളിലെല്ലാം റെയ്ഡുകളും നടത്തുന്നുണ്ട്. എങ്കിലും കേരളത്തിൽ വ്യാപകമായി പലയിടത്തും നിരോധിത പാൻ മസാല മുതൽ MDMA-യും കൊക്കൈനും ഹെറോയിനും അടക്കമുള്ള ലഹരി വസ്തുക്കൾ ഇപ്പോഴും കിട്ടുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഈ ലഹരി മാഫിയയുടെ അടിവേരറുത്ത് 100% കേരളത്തെ ലഹരി വിമുക്തമാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഓപ്പറേഷൻ തൂഫാനിലൂടെ നടന്നു വരുന്നത്. കേന്ദ്ര സർക്കാരും രാജ്യത്തെ ലഹരി വിമുക്തമാക്കാനുള്ള പരിപാടികൾ ആവിഷ്കരിക്കുന്നുണ്ട്. 3 വർഷത്തിനകം രാജ്യത്തെ ലഹരി വിമുക്തമാക്കുമെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനം ഒരു ഭാഗത്ത് കേന്ദ്ര സർക്കാരും മറുഭാഗത്ത് സംസ്ഥാന സർക്കാരും ലഹരിമുക്ത പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമ്പോൾ കേരളത്തിലെയും രാജ്യത്തെയും ജനങ്ങൾ അതിനെ പിന്തുണയ്ക്കണം. വരും തലമുറയെ ലഹരി എന്ന സിന്തറ്റിക് ഡ്രഗ്സിനടക്കമുള്ള മാരക മയക്കുമരുന്നിന്റെ അടിമകളാക്കി മാറ്റാൻ ലഹരി മാഫിയ ശ്രമിക്കുമ്പോൾ അതിനെ ചെറുത്തു തോൽപ്പിക്കാനുള്ള ഉത്തരവാദിത്തം കേരളീയ സമൂഹം ഏറ്റെടുക്കണം. ഇതിന്റെ കരിയർമാരെ മാത്രം പിടിച്ചാൽ പോരാ. ഈ ലഹരി മാഫിയയ്ക്ക് കേരളത്തിൽ മണ്ണും വളവും വെള്ളവും നൽകുന്ന ആളുകളെ കൂടി
പിടികൂടാനുള്ള ഉത്തരവാദിത്വം പോലീസ് സ്വീകരിക്കണം. ലഹരി മാഫിയയുടെ അടിവേർ അറുക്കാനുള്ള ഈ നീക്കത്തിന്, പോലീസിന്റെ എക്സൈസിന്റെ നീക്കത്തിന് കേരളീയ സമൂഹത്തിന്റെ പിന്തുണയുണ്ടാകും, അവരുടെ പ്രോത്സാഹനം ഉണ്ടാകും. ഓപ്പറേഷൻ തൂഫാൻ കേരളത്തിൽ ആഞ്ഞു വീശുമ്പോൾ നമുക്ക് പ്രത്യാശിക്കാം കേരളത്തെ ലഹരി വിമുക്ത സംസ്ഥാനമാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് രമേശ് ചെന്നിത്തല മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ അതിനുണ്ടാകുമെന്ന്.